ഓം നമോ നാരായണായ നമ. സ്വാമിയെ ശരണമയ്യപ്പ. നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും തൃപ്പാദമഠം യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ആൾ എന്നത് തിരഞ്ഞെടുക്കുക. എന്നാൽ മാത്രമേ പുതിയ വീഡിയോകളുടെ അറിയിപ്പുകൾ നിങ്ങൾക്ക് കാണുവാൻ അല്ലെങ്കിൽ മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ. കൂടാതെ വീഡിയോ കാണുന്നവർ മുഴുവനായി കാണുവാൻ ശ്രമിക്കുക. വീഡിയോയിലുള്ള കാര്യങ്ങളുടെ ദോഷപരിഹാരങ്ങൾ വീഡിയോയുടെ അവസാനമാണ് പറയുന്നത്. ഇന്നത്തെ വിഷയം പൂരാടം നക്ഷത്രത്തിൽ ജനിച്ച ജാതകർക്ക് 2024 പുതുവർഷത്തിൽ വന്ന് ചേർന്നേക്കാവുന്ന ശുഭവും അശുഭങ്ങളുമായ ഫലങ്ങൾ ഏതൊക്കെയാണ്, എങ്ങനെയൊക്കെ ആയിരിക്കും എന്നതാണ് ഈ വീഡിയോയിൽ പറയുന്നത്. പൂരാടം നക്ഷത്ര ജാതകർക്ക് ഫെബ്രുവരി പകുതിയോടെ പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതിന് അനുകൂലമായൊരു കാലമല്ല. നിലവിലുള്ള ഇപ്പോഴുള്ള സാഹചര്യങ്ങൾ ഇതുപോലെ തന്നെ തുടർന്നു പോകുന്നതാണ്. ഫെബ്രുവരി പകുതി വരെ സാധാരണ ചെയ്യുന്ന കാര്യങ്ങളിൽ പോലും കാലതാമസം ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട്. ശാരീരികവും മാനസികവുമായ സ്ഥിതിയിൽ കുറവുകൾ സംഭവിക്കാം. വിദ്യാർത്ഥികൾ പഠന കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ട സമയമാണ്. പഠന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വിജയം കരസ്ഥമാക്കുവാൻ കഠിന പ്രയത്നം ചെയ്യേണ്ട ഒരു സമയമാണ്. ആരോടും തർക്കിക്കാൻ പോകാതിരിക്കുന്നതാണ് ഉത്തമം. അങ്ങനെയുള്ള തർക്കങ്ങളിൽ ചെന്ന് പെട്ടുകഴിഞ്ഞാൽ അതുവഴി മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാവാനും ദുഃഖത്തിനുമൊക്കെ കാരണമാകും. അതുകൊണ്ട് ആ ഉള്ള സാഹചര്യങ്ങൾ മനസ്സിലാക്കി മാറിപ്പോകുവാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഫെബ്രുവരി മാസത്തിൻ്റെ പകുതി കഴിയുന്നതോടെ കാര്യനിർവഹണത്തിൽ പുരോഗതിയും കടബാധ്യതകളിൽ നിന്നുള്ള ഒരു മോചനം, കുടുംബപരമായ സമാധാനം എന്നിവയൊക്കെ വന്നു ചേരുന്നതാണ്. വിദേശ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ ലഭിക്കുന്നതായിരിക്കും. കൂടാതെ പൊതുപ്രവർത്തന മേഖലകളിൽ നേട്ടം പ്രതീക്ഷിക്കാവുന്ന കാലം കൂടിയാണിത്. ധനപരമായി പല നേട്ടങ്ങളും വന്നു ചേരുന്നൊരു സമയമായിരിക്കും. സന്താനങ്ങൾ വഴി പല ഗുണാനുഭവങ്ങളും ഉണ്ടാകും. വാഹനയാത്രകൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ്. നിലവിൽ ഭവന നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നവർക്ക് അല്ലെങ്കിൽ വീട് വയ്ക്കുന്നവർക്കൊക്കെ അത് പൂർത്തീകരിക്കുവാൻ സാധിക്കുന്നതായിരിക്കും. മാനസികമായ ചില വിഷമതകൾ അനുഭവിക്കാൻ ഇടയുള്ളതിനാൽ കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തുക. ഉദര സംബന്ധമായ രോഗങ്ങൾ ചെറുതായിട്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുവാനുള്ള സാധ്യതയുണ്ട് ഈ സമയത്ത്. ആഹാരകാര്യത്തിൽ ഒരു ശ്രദ്ധയുണ്ടായിരുന്നാൽ ഉദര സംബന്ധമായ ഈ അസുഖങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ സാധിക്കും എന്നുള്ളതാണ്. കൂടാതെ സ്ത്രീകൾ മുഖേന ചില പ്രശ്നങ്ങൾ ഉടലെടുക്കുവാനും അതുവഴി അപവാദം കേൾക്കുവാനും ഒക്കെ ഉള്ളൊരു സാഹചര്യം വരും. ബന്ധുജനങ്ങളെ പിരിഞ്ഞ് കഴിയേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും. ബന്ധുജനങ്ങളുടെ അടുത്ത് നിന്ന് മാറി കഴിയേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും. വിവാഹപരമായ കാര്യങ്ങളിൽ തീരുമാനങ്ങൾ ഉണ്ടായിരിക്കും. നല്ല തീരുമാനങ്ങളായിരിക്കും വിവാഹപരമായിട്ടുള്ള കാര്യങ്ങളിൽ തീരുമാനങ്ങൾ ഉണ്ടാകുന്നത്. ബിസിനസ് പരമായി കുറച്ച് ബുദ്ധിമുട്ടുകൾ പ്രതീക്ഷിക്കേണ്ട ഒരു സാഹചര്യം വന്നു ചേരും. അല്ലെങ്കിൽ ഈ ഒരു സമയം ബിസിനസ് പരമായി കുറച്ച് ബുദ്ധിമുട്ടുകൾ പ്രതീക്ഷിക്കണം. പ്രധാനമായും കൂട്ടുകച്ചവടങ്ങളിൽ തിരിച്ചടികൾ പ്രതീക്ഷിക്കാം. അശ്രദ്ധ മൂലം ചെറിയ രീതിയിലുള്ള വീഴ്ചകളോ പരിക്കോ ഉണ്ടാകുവാനുള്ള സാധ്യത ഉണ്ട്. നല്ല പരിശ്രമങ്ങൾ കൊണ്ട് കാര്യങ്ങളിൽ വിജയം കാണാൻ സാധിക്കും. മാതാപിതാക്കളുമായി അഭിപ്രായ ഭിന്നത ഉണ്ടാകുവാനുള്ള സാധ്യത വരും. ലഹരി വസ്തുക്കളുടെ ഉപയോഗം മനസ്സിൽ ഉറപ്പിച്ചിട്ടൊരു വേണ്ടാന്ന് വയ്ക്കുകയും, മനസ്സിൽ തോന്നി ലഹരി വസ്തു വേണ്ടാന്ന് തോന്നുകയും അതിൽ നിന്ന് മുക്തി
നേടുവാനുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അതിൽ നിന്ന് മുക്തിക്ക് വേണ്ടി ശ്രമിക്കുന്നതുമായിരിക്കും. മംഗല്യയോഗം വന്നു ചേരുന്ന സമയം കൂടിയാണിത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചു വിവാഹകാര്യങ്ങളിൽ തീരുമാനങ്ങൾ എടുക്കുമെന്ന്. കലാകായിക രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് അംഗീകാരങ്ങൾ ലഭിക്കുന്ന ഒരു സമയമാണ്. തൊഴിൽപരമായി യാത്രകൾ അനിവാര്യമായി വന്നേക്കും. ഗൃഹനിർമ്മാണത്തിൽ പുരോഗതിയും സന്താനഭാഗ്യവും ഉണ്ടാകും. കൂട്ടുകെട്ടുകൾ ആപത്തിൽ പോയി വീഴാനുള്ള കാരണമാകും. പല കൂട്ടുകെട്ടുകളും ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക. അതുവഴി തന്നെ സാമ്പത്തികപരമായി അച്ചടക്കം പാലിക്കുവാൻ കഴിയാതെ വരികയും ചെയ്യും. ഒരുപാട് ധനവ്യയം വന്നു ചേരുന്ന ഒരു സമയം കൂടിയായിരിക്കും. ചില ജോലികൾ ചെയ്തു തീർക്കാൻ കൂടുതൽ പരിശ്രമങ്ങൾ അല്ലെങ്കിൽ കൂടുതൽ കഠിനാധ്വാനം വേണ്ട അല്ലെങ്കിൽ പരിശ്രമങ്ങൾ വേണ്ടി വരുന്ന ഒരു സമയമായിരിക്കും. ജോലി സംബന്ധമായി യാത്രകൾ ചെയ്യേണ്ടതായി വരും. ജലകൃഷി കച്ചവടം, ഗായകർ, അഭിനേതാവ്, കലാകാരൻ, സൈക്കോളജിസ്റ്റ്, ഹോട്ടൽ സംബന്ധമായ ജോലികൾ, സൂപ്പർവൈസർ എന്നീ മേഖലകളിലൊക്കെ നക്ഷത്രക്കാർക്ക് വിജയിക്കുവാൻ സാധിക്കുന്നതാണ്. ശ്വാസ സംബന്ധമായി ഉണ്ടാകുന്ന വളരെ ചെറിയ പ്രശ്നങ്ങൾ പോലും നിസ്സാരമായി കാണരുത് എന്നതുകൂടി ഞാനിവിടെ ഓർമ്മിപ്പിക്കുന്നു. ഈ ദോഷകരമായ ഫലങ്ങളുടെ കാഠിന്യം കുറയ്ക്കുന്നതിലേക്കായി പ്രധാനമായും സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നത് വളരെ ഉത്തമമാണ്. പ്രാർത്ഥന മാത്രമല്ല, അവിടെ യഥാവിധി വഴിപാടുകൾ, അർച്ചന എന്നിവ നടത്തുന്നതും വളരെ ഉത്തമമായിരിക്കും. പൂരാട നക്ഷത്രവും ചൊവ്വാഴ്ചയും ഒത്തുവരുന്ന ദിവസം വ്രതശുദ്ധിയോടെ വ്രതമെടുത്ത് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്ര ദർശനം നടത്തി ഈ പറഞ്ഞ വഴിപാട് കാര്യങ്ങളൊക്കെ നടത്തി പ്രാർത്ഥിക്കുമ്പോൾ വളരെ നല്ല ഫലങ്ങൾ വന്നു ചേരുന്നതായിരിക്കും എന്നതുകൂടി മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ജാതകർ കേട്ട ആൾക്കാർക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഉപയോഗപ്രദമാണെന്ന് തോന്നിയാൽ ഈ വീഡിയോ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുകയും വീഡിയോ ലൈക്ക് ചെയ്യുകയും ചെയ്യുക. കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യുക. എല്ലാവരുടെയും കമൻറ്റുകൾക്ക് മറുപടി തരുന്നതായിരിക്കും. കുറച്ച് താമസിച്ചാലും സമയം കിട്ടുന്നത് പോലെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾക്ക് ഞാൻ മറുപടി തരുന്നതാണ്. എല്ലാ നല്ലവരായ പ്രേക്ഷകർക്കും ജഗദീശ്വരൻ നല്ലത് വരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശുഭദിനം നേരുന്നു. നന്ദി, നമസ്കാരം.